അമേരിക്കയുടെ ആക്രമണ സാധ്യതയെ തുടർന്ന് ഇറാൻ കപ്പൽ ഐറിസ് ലെവാൻ കൊച്ചിയിലെ ദക്ഷിണ നാവിക താവളത്തിൽ അഭയം തേടി. ഇറാന്റെ അഭ്യർത്ഥന സ്വീകരിച്ചാണ് ബുധനാഴ്ച കപ്പലിന് അഭയം നൽകിയത്. 183 നാവികർക്ക് ഇന്ത്യൻ നാവികസേനയുടെ സംരക്ഷണത്തിൽ താമസ സൗകര്യമൊരുക്കി. വിശാഖപട്ടണത്തെത്തി മടങ്ങിയ ഐറിസ് ഡേനെ ശ്രീലങ്കയ്ക്ക് സമീപം വെച്ച അമേരിക്കൻ സേന ടോർപിഡോ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലായിരുന്ന ഐറിസ് ലെവാനെയും ആക്രമിക്കുമെന്ന ആശങ്കയിലാണ് ഇറാൻ ഇന്ത്യയോട് ഫെബ്രുവരി 28-ന് അഭയം അഭ്യർത്ഥിച്ചതെന്ന് നാവികസേനാ വക്താവ് പറഞ്ഞു. കപ്പലിന് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകി കുറിപ്പ് പങ്കുവച്ചത്. നിരുപാധികമായി കീഴടങ്ങാതെ ഇറാനുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടില്ല. കീഴടങ്ങിയാൽ ഇറാന്റെ പുനർനിർമ്മാണത്തിന് അമേരിക്ക സഹായിക്കും. മുൻപുണ്ടായിരുന്നതിനേക്കാളും ഇറാനെ സാമ്പത്തികമായി വലുതും മികച്ചതും ശക്തവുമാക്കി മാറ്റുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കെർമൻഷായ്ക്ക് ചുറ്റും സ്ഫോടനങ്ങൾ ഉണ്ടായതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അതിനിടെ കപ്പലിന് അടിയന്തരമായി അടുക്കാൻ അനുമതി നൽകണമെന്ന ഇറാന്റെ അഭ്യർത്ഥന അംഗീകരിക്കുകയായിരുന്നു ഇന്ത്യയെന്നും പറയുന്നു. ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ദേന അപകടത്തിൽപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഐറിസ് ലാവൻ കൊച്ചിയിലെത്തിയത്. സാങ്കേതിക തകരാറിനെ തുടർന്ന് കപ്പലിന് അടിയന്തരമായി അടുക്കാൻ അനുമതി നൽകണമെന്ന ഇറാന്റെ അഭ്യർത്ഥന ഇന്ത്യൻ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കാനെത്തിയ ലാവന് ഫെബ്രുവരി 28-നാണ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കപ്പൽ കൊച്ചിയിൽ അടുപ്പിക്കാൻ ഇറാൻ ഇന്ത്യയുടെ സഹായം തേടി. മാർച്ച് 1-ന് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകി. തുടർന്ന് മാർച്ച് 4-ന് കപ്പൽ കൊച്ചിയിലെത്തി. കപ്പൽ ഇപ്പോഴും കൊച്ചിയിൽ തുടരുകയാണ്. കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരും നിലവിൽ കൊച്ചിയിലെ നാവികസേനയുടെ പ്രത്യേക കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നാവികസേന ഉറപ്പാക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ശ്രീലങ്കയ്ക്ക് തെക്ക് ഐറിസ് ദേന അപകടത്തിൽപ്പെട്ട പശ്ചാത്തലത്തിൽ ലാവന്റെ കൊച്ചിയിലേക്കുള്ള വരവിനെ പ്രതിരോധ വൃത്തങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. തകരാർ പരിഹരിച്ച ശേഷം കപ്പൽ യാത്ര തുടരുമെന്നാണ് വിവരം. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇറാൻ കപ്പലുകളുടെ യാത്ര അത്ര സുരക്ഷിതമല്ലെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറാൻ കപ്പൽ US തകർത്ത വിഷയം ഇന്ത്യ ഉന്നതതലത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി S ജയശങ്കർ ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ ഇടപെടൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ജയശങ്കർ വിശദീകരിച്ചെന്നാണ് സൂചന. ശ്രീലങ്കൻ തീരത്ത് വെച്ച US-ന്റെ ആണവ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിലാണ് ഇറാന്റെ യുദ്ധക്കപ്പൽ തകർന്നത്. മാർച്ച് 4-ന് പുലർച്ചെയാണ് കൊളംബോയിൽ നിന്ന് ഐറിസ് ദേനയിൽ നിന്ന് അപായ സന്ദേശം ലഭിക്കുന്നുവെന്ന് ശ്രീലങ്കൻ നേവിയാണ് ഇത് സംബന്ധിച്ച് വിവരം നൽകിയെന്നും ഇന്ത്യൻ നാവികസേന വിശദീകരിച്ചു. ശ്രീലങ്കയുടെ ഉത്തരവാദിത്തത്തിലുള്ള മേഖലയിലാണ് അപകടമുണ്ടായത്. വിവരം ലഭിച്ച ഉടനെ പെട്രോളിംഗ് ഹെലികോപ്റ്റർ അയക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ രക്ഷാപ്രവർത്തനത്തെ സഹായിക്കുന്നതിനായിട്ടായിരുന്നു ഇത്. ഇതോടൊപ്പം രക്ഷാബോട്ടുകൾ അടങ്ങിയ മറ്റൊരു ഹെലികോപ്റ്ററും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നതിനായി സജ്ജമാക്കിയിരുന്നു. INS തരങ്കണി കപ്പൽ മാർച്ച് 4-ന് വൈകിട്ട് 4 മണിയോടെ തിരച്ചിൽ നടക്കുന്ന മേഖലയിൽ എത്തിയിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ശ്രീലങ്കൻ നാവികസേനയും മറ്റ് ഏജൻസികളും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. മുങ്ങിയ കപ്പൽ ഇന്ത്യയുടെ അതിഥിയായിരുന്നുവെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. എന്നാൽ നാവികാഭ്യാസത്തിനു പിന്നാലെ കഴിഞ്ഞ 25-ന് ഇന്ത്യൻ തീരം വിട്ട കപ്പൽ അതിഥിയായി തുടരുന്നത് എങ്ങനെയെന്ന ചോദ്യം പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഉയർത്തി. കപ്പൽ മുങ്ങുമ്പോൾ ഇന്ത്യ എന്തു ചെയ്തുവെന്ന ചോദ്യം ശക്തമായപ്പോഴാണ് നാവികസേനയുടെ പ്രസ്താവന വന്നത്. എന്നാൽ കപ്പലിനെ US ആക്രമിക്കുമെന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചിരുന്നോ എന്ന് കോൺഗ്രസും മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവൻ സിബൽ ഉൾപ്പെടെ പലരും ചോദിച്ചു. കപ്പൽ ആക്രമിക്കപ്പെടുമെന്ന് ഇന്ത്യ നേരത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ ഇന്റലിജൻസ് പിഴവാണ്. അറിഞ്ഞെങ്കിൽ ആക്രമണം തടയാൻ എന്തുകൊണ്ട് താൽപര്യപ്പെട്ടില്ല എന്ന ചോദ്യവും ഉയരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ പക്ഷം പിടിക്കാതിരിക്കുമ്പോഴും നാവികരെ രക്ഷിക്കാൻ കൈക്കൊണ്ട നടപടികൾ പരസ്യപ്പെടുത്താൻ ശ്രീലങ്കൻ നാവികസേന മടിച്ചില്ല. അടുത്തയാഴ്ച പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ 2ാം പകുതി തുടങ്ങുമ്പോൾ ഇറാൻ വിഷയത്തിലെ സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യുമെന്നാണ് പ്രതിപക്ഷം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഇറാൻ നാവികസേനകൾ തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. 1990കളുടെ മധ്യത്തിൽ ഇന്ത്യയും US-ഉം നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസത്തിന് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് മുങ്ങിക്കപ്പലും വേണമെന്ന് US താൽപര്യപ്പെട്ടു. ഇന്ത്യ അതിന് വഴങ്ങിയേക്കുമെന്ന സ്ഥിതിയിൽ ഇറാൻ ഇടപെട്ടു. ഹോർമുസ് കടലിടുക്കിൽ തങ്ങൾ വിന്യസിക്കുന്ന റഷ്യൻ മുങ്ങിക്കപ്പലിന്റെ വിവരങ്ങൾ കൈവശപ്പെടുത്താനാണ് US-ന്റെ ശ്രമമെന്ന് ഇറാൻ പ്രധാനമന്ത്രി തലത്തിൽ അറിയിച്ചു. തുടർന്നാണ് ഇത്തരം മുങ്ങിക്കപ്പൽ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് ഇന്ത്യ തീരുമാനിച്ചത്. ഇത് US-ന് കടുത്ത അപ്രീതി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.